ഒന്നാമതായി, ഐൻസ്റ്റീൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തമനുസരിച്ച് സമയം വഴക്കമുള്ളതാണ്. അത് മന്ദഗതിയിലോ വേഗത്തിലോ ആകാം. രണ്ടാമതായി, ബഹിരാകാശത്ത് വേഗത കൂടുന്തോറും സമയം മന്ദഗതിയിലാകും. അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മൂന്നാമതായി, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ബഹിരാകാശ യാത്രികർ സാങ്കേതികമായി ഭൂമിയിലുള്ള ആളുകളേക്കാൾ അല്പം പ്രായം കുറഞ്ഞവരായി തിരിച്ചെത്തുന്നു. നാലാമതായി, പ്രകാശവേഗതയ്ക്ക് അടുത്ത് സഞ്ചരിക്കുന്ന ഒരാൾ ഭൂമിയിൽ ദശാബ്ദങ്ങൾ കടന്നുപോകും, പക്ഷേ സഞ്ചാരിക്ക് കുറച്ച് വർഷങ്ങൾ മാത്രം. അഞ്ചാമതായി, നമുക്കൊരു തമോദ്വാരത്തിന് സമീപം സഞ്ചരിക്കാൻ കഴിയുമെങ്കിൽ സമയം വളരെ മന്ദഗതിയിലാകും, ഏതാണ്ട് മരവിപ്പിക്കുന്ന മോഡ്. ആറാം നമ്പർ, വാർപ്പ് ഹോൾ സിദ്ധാന്തമനുസരിച്ച് തൽക്ഷണ ടെലിപ്പോർട്ടേഷൻ പോലുള്ള കുറുക്കുവഴികൾ ഉപയോഗിച്ച് 2 പോയിന്റുകളെ ബന്ധിപ്പിക്കാൻ കഴിയും. ഏഴാമതായി, തമോദ്വാരങ്ങളുടെ കേന്ദ്രത്തിൽ ഒരു സിംഗുലാരിറ്റിയുണ്ട്, അവിടെ സമയവും ഭൗതികശാസ്ത്രവും തകരുന്നു. എട്ടാമതായി, ഭാവിയിലേക്കുള്ള സമയയാത്ര സൈദ്ധാന്തികമായി സാധ്യമാണ്, പക്ഷേ ഭൂതകാലത്തിലേക്ക് മടങ്ങുന്നത് നിലവിൽ അസാധ്യമാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഒൻപതാമതായി, സമയയാത്രാ വിരോധാഭാസങ്ങളാണ് ഏറ്റവും വിചിത്രമായത്. ഭൂതകാലം മാറ്റുന്നത് ഭാവിയെ നിലവിലില്ലാത്തതാക്കുന്ന ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് പോലെ. 10-ാം നമ്പർ, സമയ